ഓസിലേഷൻസ് എന്ന ചാപ്റ്ററിലെ അടുത്ത പാർട്ടാണിത്. ഫോഴ്സ് ലോ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. നമ്മളുടെ കയ്യിൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഉണ്ട്. എന്താണത്? F=ma. നമ്മൾ കുറച്ച് മുൻപ് കഴിഞ്ഞ പാർട്ടിൽ ഓസിലേറ്ററി മോഷനിൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ പഠിച്ചു. അത് -ω² എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ F= ഈ ആക്സിലറേഷൻ ഇക്വേഷൻ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ F= -mω² എന്ന് വിളിക്കാം. ഈ mω²ന് നമ്മളൊരു കോൺസ്റ്റൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ, അതായത് k എന്ന വാല്യൂ കൊടുത്താൽ -kx എന്ന് കൊടുക്കാം. ഇവിടെ mω² ആണ് എന്ത്? k. അതായത് നമുക്ക് പറയാം F ഈസ് പ്രൊപ്പോർഷണൽ ടു x. ഈ നെഗറ്റീവ് സൈൻ എപ്പോഴായാലും, ആക്സിലറേഷനിലായാലും എവിടെ ആയാലും, ഇറ്റ് ഷോസ് ഇറ്റ് ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ. അതല്ലാതെ നെഗറ്റീവ് കൊടുത്തില്ലെങ്കിലും അവിടെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. ഈ ഇക്വേഷൻ അതായത് നമ്മളൊരു 9th ചാപ്റ്ററിൽ നമ്മൾ ഹൂക്സ് ലോ പഠിച്ചിരുന്നു. അതിൽ നമ്മൾ ഇങ്ങനൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. കെനെ നമ്മളവിടെ സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് എന്ന് പേരും വിളിച്ചിരുന്നു. അപ്പോൾ നമുക്കിവിടെ കെയുടെ ഇക്വേഷൻ എടുത്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് എഴുതാം K=F/x. ഈ കെനെ പറയുന്ന പേരാണ്, നേരത്തെ അതേ ഇക്വേഷൻ തന്നെയാണിത്, സ്പ്രിംഗ് കോൺസ്റ്റൻ്റ്. അല്ലെങ്കിൽ ഫോഴ്സ് കോൺസ്റ്റൻ്റ് എന്നും വിളിക്കാം. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് പറയുകയാണെങ്കിൽ എന്ത് പറയാം? ഫോഴ്സ്, പിന്നെ അടിയിൽ മീറ്റർ. അപ്പോൾ Nm/m എന്ന് നമുക്ക് അതിൻ്റെ യൂണിറ്റ് പറയാം. ഇനി നമ്മൾ mω² ആണ് കെക്ക് കൊടുത്തിരുന്നത്. അതായത് ഒമേഗ എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനിൽ നിന്ന് ഒമേഗയുടെ ഇക്വേഷൻ എടുത്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് എഴുതാം ω=√k/m. എങ്ങനെയാണ് അത് വന്നത്? ω² എന്ന് പറഞ്ഞാൽ k/m. ഒമേഗ അപ്പം എന്തായിരിക്കും? അതിൻ്റെ റൂട്ട്. ഒമേഗയും ടൈം പീരീഡും തമ്മിലുള്ള ബന്ധം നമ്മൾ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/t ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ എന്ത് വരും ഈ ഇക്വേഷൻ പ്രകാരം? k/m. ഇതിൽ നിന്ന് ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ, ടൈം പീരീഡിനെ ഇങ്ങോട്ടും ഇതിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് 2π√m/k എന്നുള്ള ഇക്വേഷൻ കിട്ടും. ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. ടൈം പീരീഡ് ഓഫ് SHM. നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ലീനിയർലി പ്രൊപ്പോർഷണൽ ആണിത്. F ഈസ് പ്രൊപ്പോർഷണൽ ടു x എന്ന് പറഞ്ഞാൽ ലീനിയർ പ്രൊപ്പോർഷണാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് ഓസിലേറ്ററിനെ ലീനിയർ ഓസിലേറ്റർ എന്ന് വിളിക്കും. സാധാരണ ഫോഴ്സ് എല്ലാം F പ്രൊപ്പോർഷണൽ ടു x² അല്ലെങ്കിൽ x³ ഒക്കെയാണ്. അത് നോൺ ലീനിയർ ഓസിലേറ്ററാണ്. ഇവിടെ നമുക്ക് ടൈം പീരീഡ് F ഈസ് പ്രൊപ്പോർഷണൽ ടു x എന്ന് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് ഹൂക്സ് ലോ തന്നെയാണ്. k എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ആണ്. ആ ഓസിലേറ്ററിൻ്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2π√m/k എന്ന് കിട്ടി. m എന്ന് പറഞ്ഞാൽ മാസ്. അടുത്തതാണ് എനർജി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അതായത് സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും. അത് 0ക്കും മാക്സിമത്തിനും ഇടയിൽ വേരി ചെയ്തുകൊണ്ടിരിക്കും, ഈ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും. അപ്പോൾ അതിൻ്റെ വേരിയേഷൻ എങ്ങനെയാണ്? കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും വേരിയേഷൻ എങ്ങനെയാണ്? ടോട്ടൽ എനർജി അപ്പോൾ എങ്ങനെയായിരിക്കും? ഇതൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. നമുക്കറിയാം കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ½ mv². നമുക്കറിയാവുന്ന ഇക്വേഷനാണിത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെലോസിറ്റി, സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററുടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ ω√a² - x² എന്ന് ഡിറൈവ് ചെയ്യുകയുണ്ടായി. അതിൽ മൈനസ് സൈൻ ഉണ്ടെങ്കിൽ അത് നോക്കേണ്ട ആവശ്യമില്ല. ഈ വിയുടെ ഇക്വേഷൻ നമ്മൾ ഇവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ½ mω² a² - x² എന്ന് കിട്ടും.
ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇതാണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അതുപോലെ അപ്പോൾ ഇതെങ്ങനെയാണ് മീൻ പൊസിഷനിലും അതുപോലെ തന്നെ എക്സ്ട്രീം പൊസിഷനിലും എങ്ങനെയാണ് ഇത് വേരി ചെയ്യണത് കൂടെ നോക്കാം. അപ്പോൾ അറ്റ് മീൻ പൊസിഷനിൽ എക്സ് എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, എ എന്ന് പറഞ്ഞ ആംപ്ലിറ്റ്യൂഡാണ്, ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസിയാണ്, എം മാസ്സാണ് എന്ന് നമുക്കറിയാം. മീൻ പൊസിഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും ഇക്വിലിബ്രിയം പൊസിഷനിൽ. അപ്പോൾ ഈ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എന്തായി മാറും? ഇവിടെ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇത് മീൻ പൊസിഷനിലെ വെലോസിറ്റിയുടെ എക്സ്പ്രഷനാണ്. ഇത് മാക്സിമം വാല്യൂ ആണ്, കൈനറ്റിക് എനർജിയുടെ കിട്ടാവുന്ന മാക്സിമം വാല്യൂ ആണ്. ഇനി അതുപോലെ തന്നെ എക്സ്ട്രീം പൊസിഷനിലും നമുക്ക് കാണാം കൈനറ്റിക് എനർജി എങ്ങനെയാണെന്ന്. അറ്റ് എക്സ്ട്രീം പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മളുടെ റെഫറൻസ് ഇക്വേഷൻ കൈനറ്റിക് എനർജിയുടെ. എക്സ്ട്രീം പൊസിഷനിൽ ഇതാണ് മീൻ പൊസിഷൻ, ഇത് എക്സ്ട്രീം. ഈ എക്സ്ട്രീം പൊസിഷൻ എന്ന് പറഞ്ഞാൽ എ ആംപ്ലിറ്റ്യൂഡ് ഉള്ളതാണ്, എക്സ് എന്തായിരിക്കും? എ ആയിരിക്കും. അപ്പോൾ ഇവിടെ എ ഇട്ട് കൊടുത്താൽ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നാ വരിക. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് വരും. അതായത് ഇത് 0 ആയിട്ട് മാറും. അപ്പോൾ ഇതെന്താണ്? കൈനറ്റിക് എനർജി മിനിമം. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് മിനിമം അറ്റ് എക്സ്ട്രീം പൊസിഷൻ ആൻഡ് മാക്സിമം അറ്റ് മീൻ പൊസിഷൻ. ഇത് തന്നെയായിരുന്നു വെലോസിറ്റിയുടെ എക്സ്പ്രഷനിൽ നമ്മൾ കണ്ടത്. വെലോസിറ്റി വിൽ ബി മിനിമം അറ്റ് എക്സ്ട്രീം പൊസിഷൻ ആൻഡ് മാക്സിമം അറ്റ് മീൻ പൊസിഷൻ. അതേപോലെ തന്നെയാണ് കൈനറ്റിക് എനർജിക്കും വരുന്നത്. ഇനി നമ്മൾ ഇതേപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി കണ്ട പോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ കാണാണ്. പൊട്ടൻഷ്യൽ എനർജിക്ക് യു എന്നുള്ള ഇക്വേഷനാണ് കൊടുക്കുന്നത്. നമ്മൾ ഇതിനു മുൻപുള്ള ഒരു ചാപ്റ്ററിൽ വർക്ക് എനർജി പവറിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് കണ്ടിരുന്നു. അതിൽ ഹാഫ് കെക്ക് പകരം നമ്മൾ ഇപ്പോൾ കുറച്ച് മുൻപ് കണ്ട കെയുടെ ഇക്വേഷൻ, അതായത് എം ഒമേഗ സ്ക്വയർ ഇട്ട് കൊടുക്കാം. എം ഒമേഗ സ്ക്വയർ ഈ എക്സ് സ്ക്വയറിനെ അതേപോലെ തന്നെ എടുത്തെഴുതി. ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഇത്, പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഇത്. കൈനറ്റിക് എനർജിയിൽ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ ഇവിടെ എക്സ് സ്ക്വയർ എന്നുള്ള ടേം മാത്രമേ ഉള്ളൂ. ഇനി കൈനറ്റിക് എനർജിയിൽ കണ്ട പോലെ തന്നെ മീൻ പൊസിഷനിൽ എങ്ങനെയാണ് പൊട്ടൻഷ്യൽ എനർജി, എക്സ്ട്രീം പൊസിഷനിൽ എങ്ങനെയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് നമുക്ക് നോക്കണം. അറ്റ് മീൻ പൊസിഷനിൽ നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, മീൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്തായി മാറും? പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു, ഇവിടെ എക്സിന്, ഇതാണല്ലോ ജനറൽ ഇക്വേഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി, എക്സിന് 0 ഇട്ട് കൊടുത്താൽ യുവും, അതായത് പൊട്ടൻഷ്യൽ എനർജിയും 0 ആയി കിട്ടും. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി വിൽ ബി മിനിമം അറ്റ് മീൻ പൊസിഷൻ. അപ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം ആയിരുന്നു, മീൻ പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആണ്. ഇനി അതേപോലെ തന്നെ അറ്റ് എക്സ്ട്രീം പൊസിഷനും കാണാം. അറ്റ് എക്സ്ട്രീം പൊസിഷനിൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ ആയിരിക്കും. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു യു ഇസ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സിന് പകരം എ എന്ന് ഇട്ട് കൊടുക്കുക, ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. ഇത് എക്സ്ട്രീമിലും ഇത് മീനിലും. അപ്പോൾ ഇതെന്താണ്? ഇതിൻ്റെ മാക്സിമം വാല്യൂ ആണ്. അപ്പോൾ എക്സ്ട്രീം പൊസിഷനിൽ കൈനറ്റിക് എനർജി 0 ആയി മാറിയെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്. ഈ ഇക്വേഷൻ നമ്മൾ വെലോസിറ്റിക്ക് ഒമേഗ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഇങ്ങനെ എത്തിയത്. ഇതിന് പകരം വെലോസിറ്റിക്ക് നമ്മൾ ഡിറൈവ് ചെയ്തപ്പോൾ തന്നെ എ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്നുള്ള ഇക്വേഷനും ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടും നമുക്ക് ഇത് ഡിറൈവ് ചെയ്ത് കൊണ്ടെത്തിക്കാം. അപ്പോൾ ഞാൻ ഈ തരത്തിലാണ് ചെയ്തിട്ടുള്ളതെന്ന് മാത്രം. ഇനി നമ്മൾ ഇവിടെ തന്നെ ടോട്ടൽ എനർജി കാണാണ്. ടോട്ടൽ
എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഓരോ പൊസിഷനിലും കാണാം, അതായത് അറ്റ് മീൻ പൊസിഷനിൽ എങ്ങനെയാണ് ടോട്ടൽ എനർജി വരിക നോക്കാം. അപ്പോൾ മെയിൻ പൊസിഷനിലെ കൈനറ്റിക് എനർജി എത്രയാണ് കിട്ടിയിരിക്കുന്നത്? ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയാണ്? 0 ആണ്. അപ്പോൾ അത് 0 കൊടുത്തു. അതായത് മെയിൻ പൊസിഷനിൽ ടോട്ടൽ എനർജി ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്ന് തന്നെ കിട്ടി. ടോട്ടൽ എനർജി മീൻ പൊസിഷനിൽ ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്ന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ എക്സ്ട്രീമിലും നമുക്ക് ടോട്ടൽ എനർജി കാണണം. അറ്റ് എക്സ്ട്രീം പൊസിഷൻ മീൻ പൊസിഷനിൽ ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്ന് കിട്ടി. എക്സ്ട്രീമിൽ എങ്ങനെയാണെന്ന് നോക്കാം. എക്സ്ട്രീമിൽ കൈനറ്റിക് എനർജി എത്രയാണ്? 0 ആണ്. അപ്പോൾ 0 എന്ന് കൊടുത്തു. പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയാണ് എക്സ്ട്രീമിൽ ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആണ്. അപ്പോൾ പ്ലസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്ന് കൊടുത്തു. അതായത് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് മീൻ പൊസിഷനിലെയും എക്സ്ട്രീം പൊസിഷനിലെയും ടോട്ടൽ എനർജി എന്ന് പറയുന്നത് സെയിം ആണ്. എത്രയാണത്? ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഓരോ പൊസിഷനിലും സെയിം ആണ് എന്നാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് വെൻ എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ മൂവ്സ് ഫ്രം മീൻ പൊസിഷൻ ടു എക്സ്ട്രീം പൊസിഷൻ, കൈനറ്റിക് എനർജി ഈസ് കൺവേർട്ടഡ് ടു പൊട്ടൻഷ്യൽ എനർജി. അതായത് ഇങ്ങനെയാണ് ഇത് ഓസിലേറ്റ് ചെയ്യുന്നത്. മീൻ പൊസിഷനിൽ ഉള്ളത് മുഴുവൻ കൈനറ്റിക് എനർജി ആയിരുന്നെങ്കിൽ അത് എക്സ്ട്രീമിലേക്ക് പോകുമ്പോൾ അത് ഫുൾ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. വീണ്ടും കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്കറിയാം, അപ്പോൾ ഏത് സമയത്ത് നോക്കിയാലും ടോട്ടൽ എനർജി ഈ ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആണ്. അതിന് പകരം നമുക്ക് ഈ ഹാഫ് കെ എ സ്ക്വയർ എന്നും വേണമെങ്കിൽ കൊടുക്കാം. എം ഒമേഗ സ്ക്വയറിന് പകരം കെ എന്നുള്ള കോൺസ്റ്റൻറ്റ് വെച്ചിട്ടും നമുക്ക് പറയാം. അതായത് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ ഈസ് എ കോൺസ്റ്റൻറ്റ് ഓർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം. അപ്പം നമുക്കിതിനെ ഗ്രാഫിക്കലായിട്ട് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാമെന്ന് നോക്കാം. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. അതിൽ ഇത് 0 പൊസിഷനാണ്, ഇത് -a പൊസിഷൻ, ഇത് അതിൻ്റെ +a പൊസിഷൻ. ഈ ആക്സിസിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് എനർജിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് കൈനറ്റിക് എനർജി ആദ്യം നോക്കാം. കൈനറ്റിക് എനർജി എക്സ്ട്രീം പൊസിഷനിൽ 0 ആണ്. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തു. മീൻ പൊസിഷനിൽ കൈനറ്റിക് എനർജി മാക്സിമം ആണ്. വീണ്ടും മറ്റേ അറ്റെത്തുമ്പോഴും കൈനറ്റിക് എനർജി 0 ആയി മാറാണ്. രണ്ട് എക്സ്ട്രീമിലും 0, മീൻ പൊസിഷനിൽ മാത്രം മാക്സിമം. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഒരുമിച്ച് ചേർത്ത് വരയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു റാ ഷേപ്പ് കിട്ടും. അപ്പോൾ ഞാനിതിനെ കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്തു. ഇനി പൊട്ടൻഷ്യൽ എനർജി നോക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഈ രണ്ട് എക്സ്ട്രീമുകളിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്. രണ്ട് എക്സ്ട്രീമുകളിൽ മീൻ പൊസിഷനിലാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി 0യുമാണ്. അപ്പോൾ നമ്മൾ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ, അപ്പോൾ ഇത് ഞാൻ യു ഷേപ്പിലുള്ളത് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഇത് ഓരോ സമയത്തെയും ടോട്ടൽ എനർജികൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ എക്സ്ട്രീമിലെ ടോട്ടൽ എനർജി കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ എനർജി നമുക്ക് ഇവിടെ കിട്ടും. ഇനി മീൻ പൊസിഷനിലെ ആണെങ്കിലും ടോട്ടൽ എനർജി നമുക്ക് ഇവിടെ കിട്ടും, അടുത്ത എക്സ്ട്രീമിലും ഇവിടെ കിട്ടും. ഇനി അതിൻ്റെ ഇടയിലെ പൊസിഷനുകളിലാണെങ്കിലും കൈനറ്റിക് എനർജി ഇപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഈ പൊസിഷനിൽ തന്നെ കിട്ടുക. അപ്പോൾ നമ്മൾ ഇതിനെ ഒരുമിച്ച് വരച്ച് കഴിഞ്ഞാൽ നമുക്കിത് ടോട്ടൽ എനർജിയുടെ ഗ്രാഫായിട്ട് ഈ ലൈനിനെ കാണിക്കാം. അപ്പോൾ നമ്മൾ കണ്ടിരുന്നു ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആണ്. അത് കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ തൊട്ട് മുൻപ് കണ്ടതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ ലൈൻ കിട്ടിയത്.
അപ്പോൾ ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇത് രണ്ടും തെറ്റിക്കരുത്. വെറുതെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ല. അത് ഏതാണെന്ന് പ്ലോട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ റാ ഷേപ്പിലുള്ളത് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞ് ഓർത്ത് വയ്ക്കുക. ഇനി ഈ പൊസിഷനുകളുടെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇവിടെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആയിരിക്കും. ഇറ്റ് ഈസ് ഹാഫ് ഓഫ് ടോട്ടൽ എനർജി ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്, അറ്റ് വാട്ട് പൊസിഷൻ കൈനറ്റിക് എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ബിക്കം ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. അറ്റ് വാട്ട് പൊസിഷൻ കൈനറ്റിക് എനർജി ബിക്കംസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. ഒന്നുമില്ല, നമുക്ക് അവയുടെ ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്താൽ മതി. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് ½ m² (x² ആയിരുന്നു. പൊട്ടൻഷ്യൽ എനർജിക്ക് പഠിച്ചത് ½ m² (x² ആയിരുന്നു. അപ്പോൾ ഇത് m², ½ m² ഇവിടെ വെട്ടിപ്പോവും, ഇവിടെയും ½ m² വെട്ടിപ്പോയാൽ a² - x² = x² എന്ന് കിട്ടും. അതായത് ഈ x² ഇപ്പുറത്തേക്ക് എടുത്താൽ a² = 2x² എന്ന് കിട്ടും. അതായത് x² = a²/2. അതായത് x = a/√2. അതായത് എപ്പോഴാണ് ഇവ രണ്ട് ഈക്വൽ ആവുന്നത്? മാക്സിമം ആംപ്ലിറ്റ്യൂഡ് /√2 എന്ന് പറയുന്ന പൊസിഷനിലാണ് ഇത് ഈക്വൽ ആവുന്നത്. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആവുന്ന പൊസിഷനാണ് ഇത്. നേച്ചറിൽ പ്യുവർ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്ന ഒന്നില്ല. എങ്കിലും നമുക്ക് കുറച്ച് സിസ്റ്റംസ് എക്സിക്യൂട്ടിംഗ് ഓൾമോസ്റ്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ നമുക്കൊന്ന് നോക്കി നോക്കാം. അതാണ് ഓസിലേഷൻസ് ഡ്യൂ ടു എ സ്പ്രിങ്. ഈ സ്പ്രിങ് ഒരു റിജിഡ് സപ്പോർട്ടിൽ വച്ചിരിക്കുകയാണ്, കണക്റ്റിംഗ് ബൈ എ ബ്ലോക്ക് ഓഫ് മാസ് m. അപ്പോൾ ഇതിൻ്റെ ഓസിലേഷൻ എന്ന് പറയുന്നത് ഇത് മീൻ പൊസിഷൻ x = 0, ഇങ്ങോട്ട് വരുമ്പോൾ -a, ഇങ്ങോട്ട് വരുമ്പോൾ +a. അപ്പോൾ ദ സ്മോൾ ഓസിലേഷൻസ് ഓഫ് ബ്ലോക്ക് ഓഫ് മാസ് m ഫിക്സഡ് ടു എ സ്പ്രിങ് ഈസ് ഫിക്സഡ് ടു എ റിജിഡ് വോൾ. ഇത് എന്തിന് എക്സാമ്പിളാണ്? സിമ്പിൾ ഹാർമോണിക് മോഷന് എക്സാമ്പിളാണ്. ഈ സ്പ്രിങ്ങിൻ്റെ പഠനം നടത്തിയ റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് F ഈസ് പ്രൊപ്പോർഷണൽ ടു -x എന്ന് കണ്ടിരുന്നു. നമ്മളിത് മുന്നത്തെ ഒരു ചാപ്റ്ററിൽ പഠിച്ചതുമാണ്. അപ്പോൾ അതിൽ നിന്ന് ദ സ്പ്രിങ് എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് മനസ്സിലായി. അതായത് സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഫോഴ്സിൻ്റെ എക്സ്പ്രഷനും ഇത് തന്നെയാണെന്ന് നമ്മൾ കുറച്ച് മുൻപ് കണ്ടു. അപ്പോൾ ഇത് റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് സ്പ്രിങ് മോഷനിൽ ഇത് പറഞ്ഞു. അതുപോലെ തന്നെ സിമ്പിൾ ഹാർമോണിക് മോഷനിലെ ഫോഴ്സിൻ്റെ ഇക്വേഷനും ഇത് തന്നെയാണ്. അപ്പോൾ സ്പ്രിങ് ഓസിലേഷൻ ഈസ് എൻ എക്സാമ്പിൾ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇനി ഇതിൻ്റെ പീരീഡ് ഓഫ് ഓസിലേഷനും കണ്ടുപിടിക്കുന്നത് നേരത്തെ ചെയ്ത ഇപ്പോൾ തന്നെ ഈ ക്ലാസ്സിൽ തന്നെ നമ്മൾ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ച അതേപോലെ മെത്തേഡിൽ തന്നെ പീരീഡ് ഓഫ് ഓസിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതായത് പീരീഡ് F = -kx, കുറച്ച് മുമ്പ് ചെയ്ത അതേ മെത്തേഡ് തന്നെ. അതിൽ ω √k/m എന്ന് കണ്ടിരുന്നു. ഇതിൽ ഒമേഗയ്ക്ക് 2π/t എന്ന് കൊടുക്കുക, ദാറ്റ് ഈസ് ഈക്വൽ ടു k/m. അതിൽ നിന്ന് t ഇങ്ങോട്ട് എടുക്കുക, ഇതിന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ 2π√m/k. നേരത്തെ ചെയ്ത അതേ കാര്യം തന്നെ. അങ്ങനെ സ്പ്രിങ്ങിൻ്റെ ടൈം പീരീഡും എന്താണെന്ന് നമുക്ക് മനസ്സിലായി. t = 2π√m/k. സ്പ്രിങ്ങിൻ്റെ പീരീഡ് കാണാനായിട്ടുള്ള ഇത് വരും. അപ്പോൾ 2π√m/k. ഇവിടെ k എന്താണ്? സ്പ്രിങ് കോൺസ്റ്റൻ്റ് ആണ്. ഈ സ്പ്രിങ് കോൺസ്റ്റൻറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് k = F/x എന്നാണ് ഇക്വേഷൻ കിട്ടുന്നത്. അതായത് സ്പ്രിങ്ങിൽ യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കാൻ നമ്മൾ എത്ര ഫോഴ്സ് കൊടുക്കണം, അതാണ് അതിൻ്റെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് k എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സ്റ്റിഫായിട്ടുള്ള സ്പ്രിങ് ഒക്കെ ആണെങ്കിൽ അവിടെ k കൂടുതലായിരിക്കും. k വിൽ ബി ലാർജ്. കാരണം യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കാൻ കൂടുതൽ ഫോഴ്സ് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ k ലാർജ് ആയിരിക്കും.
അപ്പോൾ നമ്മൾ ഈ മോട്ടോർ സൈക്കിളിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, എൻജിൻ സൈഡിൽ ഒരു വളരെ സ്റ്റിഫായിട്ടുള്ളൊരു സ്പ്രിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ കെ ലാർജ് ആയിരിക്കും. പക്ഷേ പേനയിലൊക്കെയുള്ള സ്പ്രിങ് ഉണ്ട്, അവിടെ ഒരു ചെറിയ ഫോഴ്സ് കൊടുത്താൽ മതി യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റിന്. അപ്പോൾ പേനയിലൊക്കെ ഉള്ളതിന് കെ എങ്ങനെയായിരിക്കും? കെ വിൽ ബി സ്മോൾ ആയിരിക്കും. സ്പ്രിങ് കോൺസ്റ്റൻറ്റ് വിൽ ബി സ്മോൾ. അപ്പോൾ നമ്മളുടെ കയ്യിൽ ടൈം പീരീഡിന് തൊട്ട് മുമ്പ് നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ എന്തായിരുന്നു? 2π√m/k എന്നായിരുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഫോർ എ സ്റ്റിഫ് സ്പ്രിങ് കെ വിൽ ബി ലാർജ് എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് എങ്ങനെയായിരിക്കും? ടൈം പീരീഡ് വിൽ ബി ലെസ്. അതായത് കെ ഇത് രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഫോർ എ സ്റ്റിഫ് സ്പ്രിങ് കെ ലാർജ് ആൻഡ് ടി ലെസ്. ഈ പ്രോബ്ലം ഒന്ന് വായിച്ച് നോക്കാം. എ 5 കിലോഗ്രാം കോളർ ഈസ് അറ്റാച്ച്ഡ്. കോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്റ്റിംഗ് പൈപ്പാണ് ഇൻസൈഡ് എ മെഷീൻ. അറ്റാച്ച്ഡ് ടു എ സ്പ്രിങ് ഓഫ് സ്പ്രിങ് കോൺസ്റ്റൻറ്റ് 500 Nm/m. ഇറ്റ് സ്ലൈഡ് വിത്തൗട്ട് ഫ്രിക്ഷൻ ഓവർ എ ഹൊറിസോണ്ടൽ റോഡ്. The collar is displaced from its equilibrium position by 10 cm and released. Calculate. എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം? പീരീഡ് ഓഫ് ഓസിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ മാക്സിമം സ്പീഡ് ബി ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ മാക്സിമം ആക്സിലറേഷൻ. അപ്പോൾ ഇവർ എന്തൊക്കെ തന്നിട്ടുണ്ട്? മാസ് തന്നിട്ടുണ്ട്. മാസ് എത്രയാണെന്നാണ് തന്നിട്ടുള്ളത്? 5 കിലോഗ്രാം. അതുപോലെ തന്നെ കെ തന്നിട്ടുണ്ട്. അപ്പോൾ എമ്മും കെയും ആയി. പിന്നെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് 10 cm ആണ് അത് ഡിസ്പ്ലേസ്ഡ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 10 ആണ്. അപ്പോൾ എമ്മും കെയും എയും തന്നിട്ടുണ്ട്. പീരീഡ് കാണണം. പീരീഡിൻ്റെ ഇക്വേഷൻ ഡയറക്റ്റ്ലി ഇട്ട് കൊടുക്കുക. 2π√m/k. എമ്മും തന്നിട്ടുണ്ട്, കെയും തന്നിട്ടുണ്ട്. എം 5 ആണ്, കെ 500 ആണ്. അപ്പോൾ എം കെ 5 ഇട്ട് കൊടുക്കുക, കെ 500 ഇട്ട് കൊടുക്കുക. ഡയറക്റ്റ്ലി ഇക്വേഷൻ കിട്ടും. ടൈം പീരീഡ് ആയതുകൊണ്ട് സെക്കൻഡിന്ന് യൂണിറ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബി ക്വസ്റ്റ്യൻ എന്താണ്? മാക്സിമം സ്പീഡാണ്, അതായത് വെലോസിറ്റി. വെലോസിറ്റിയുടെ ഇക്വേഷൻ മാക്സിമം സ്പീഡിന് നമുക്ക് ഈ ഇക്വേഷൻ എഴുതേണ്ട ആവശ്യമില്ല. ഒമേഗ എ ഇട്ടാൽ മതി, മൈനസ് ഒന്നും ഇടണമെന്നില്ല. അപ്പോൾ നമുക്കിവിടെ ഒമേഗയുടെ എക്സ്പ്രഷൻ പക്ഷേ നമുക്ക് തന്നിട്ടില്ല. ഒമേഗയ്ക്ക് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടിരുന്നു √k/m എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അല്ലെങ്കിൽ 2π/t എന്നുള്ള ഇക്വേഷനും ഒമേഗയ്ക്ക് ഉണ്ട്. പക്ഷേ നമ്മൾ √k/m ഇട്ട് കൊടുത്താൽ മതി. ഏതിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ k/m ഇതിൽ ഡയറക്റ്റ്ലി ഇവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതായതുകൊണ്ട് അത് ഇട്ട് കൊടുക്കുന്നതാവും സൗകര്യം. അങ്ങനെ കെയും എമ്മും ഇട്ട് കൊടുത്ത് ഒമേഗ കണ്ടുപിടിക്കുക. എ ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. അപ്പോൾ എ ഒമേഗ ആയി, വെലോസിറ്റി ആയി, യൂണിറ്റ് m/s. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മാക്സിമം ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ്റെ മാക്സിമം വാല്യൂ നമ്മൾ പഠിച്ചതാണ് -ω²x ആണ്. ഒമേഗ ഇവിടെ തന്നെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. ω² ആവുമ്പോൾ അത് k/m ആവും. അപ്പോൾ ഈ വാല്യൂവിൽ ω²ന് k/m a എന്നിട്ട് കൊടുക്കുക. കെയും എമ്മും എയും ഒക്കെ അവർ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തിട്ട് യൂണിറ്റ് m/s² എന്ന് കൊടുക്കുക.